ഒരു ഇടവേളയ്ക്ക് ശേഷം അമേരിക്കയും ചൈനയും കൂടി വീണ്ടും വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്ന വാർത്തകളാണ് പുതിയതായിട്ട് വരുന്നത്. അതിന് കാരണം പറഞ്ഞത് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. ചൈനയ്ക്കെതിരെ 100% വരെ നികുതി ഏർപ്പെടുത്താനാണ് തന്റെ തീരുമാനമെന്നായിരുന്നു ആ പ്രഖ്യാപനം. നവംബർ 1 മുതൽ ഇത് നടപ്പിലാക്കും എന്നുള്ളതായിരുന്നു ട്രംപിന്റെ ആ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിന് കാരണമായി പറഞ്ഞിരുന്നത് ഈ ചൈന റയർ എർത്ത് ഘടകങ്ങൾ, അതായത് അമൂല്യ ധാതു വസ്തുക്കൾ, ഇതിന്റെ കയറ്റുമതി, അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി ഏതാണ്ട് പൂർണ്ണമായി നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതുകൂടാതെ ചൈന മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്, അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് ഒരു കാരണവശാലും അമേരിക്കയുടെ കയ്യിലേക്ക് എത്തരുത് എന്നൊരു നിലപാട് അവരെടുക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ റെയർ എർത്ത് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിക് വാഹന നിർമ്മാണം, അതേപോലെ വിമാനങ്ങൾ, റോക്കറ്റുകൾ, റഡാറുകൾ അടക്കമുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ, അതേപോലെ തന്നെ ആണവ നിലയങ്ങളിലടക്കം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് ഈ റെയർ എർത്ത് ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ 17ഓളം റെയർ എർത്ത് ഘടകങ്ങളുടെ ആഗോളതലത്തിലെ ഏറ്റവും വലിയ ഹബ്ബ് ചൈനയാണ്. ലോകത്ത് വിറ്റഴിക്കപ്പെടുന്ന റെയർ എർത്ത് ഘടകങ്ങളുടെ ഏതാണ്ട് 90% കൈകാര്യം ചെയ്യുന്നത് ചൈനയാണ്. ഈ റെയർ എർത്ത് ഘടകങ്ങൾ ചേർന്ന് തയ്യാറാക്കുന്ന മാഗ്നറ്റ്, അതടക്കം ചൈനയാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് നൽകുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ചൈനയാണ് നൽകുന്നത്. അപ്പോൾ ഇന്ത്യയോട് ചൈന കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ആവശ്യപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. അതായത് ഇന്ത്യ ഒരു കാരണവശാലും ഈ പറയുന്ന സാധനങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറാൻ പാടില്ല, അക്കാര്യത്തിൽ രേഖാമൂലമുള്ള ഉറപ്പ് വേണം എന്നുള്ളതാണ് ചൈനയുടെ ആവശ്യം. അപ്പോൾ ഇത് അമേരിക്കയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഈ അമേരിക്കയുടെ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക് വാഹന വിപണി, അതേപോലെ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണം, ഇതൊക്കെ ചൈനയിൽ നിന്ന് വരുന്ന ഈ റെയർ എർത്ത് ഘടകങ്ങളുടെ ലഭ്യതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അത് നിലയ്ക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അമേരിക്ക നേരിടും. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചൈനയ്ക്കെതിരെ 100% വരെ നികുതി പ്രഖ്യാപിച്ചത്. പക്ഷേ ആ നികുതി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ വലിയ ആശങ്ക ആഗോള ഓഹരി വിപണിയിലടക്കം ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. വീണ്ടും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് പോയാൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ ഗുരുതരമാണ്. ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ ഗുരുതരമായി ബാധിക്കും. അമേരിക്കയ്ക്ക് തന്നെ അത് കൃത്യമായി ബോധ്യപ്പെട്ടു. അമേരിക്കയുടെ ദേശീയ ഓഹരി സൂചികയിൽ 2.7% വരെ ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ വലിയൊരു സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഇതുമൂലം ഉണ്ടാകുമെന്നുള്ളൊരു ഭീതി ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതോടുകൂടി ട്രംപ് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റി. ഈ നവംബർ 1 ഈ 100% നികുതി നടപ്പിലാക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ഹമാസുമായിട്ടുള്ള ഇസ്രയേലിൻ്റെ ഈജിപ്തിൽ നടന്ന ചർച്ചകളിലേക്ക് പങ്കെടുക്കാനായിട്ട് അദ്ദേഹം പോകുന്ന വഴി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ പറഞ്ഞത് നവംബർ 1 വരട്ടെ, നോക്കട്ടെ എന്ന മട്ടിലാണ്. ചിലപ്പോൾ നടപ്പിലാക്കും, നടപ്പിലാക്കില്ല എന്ന മട്ടിലാണ് ആ കാര്യം പറഞ്ഞത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായിട്ട് തനിക്ക് വലിയ അടുത്ത ബന്ധമുണ്ട്. ചൈനയുടെ കാര്യത്തിൽ തൽക്കാലം പേടിക്കേണ്ടതൊന്നുമില്ല, ആ പ്രശ്നം രമ്യമായി തന്നെ പരിഹരിക്കപ്പെടുമെന്ന് പിന്നീട് അദ്ദേഹത്തിന് നിലപാട് മാറ്റേണ്ടി വന്നു. പക്ഷേ ചൈന ഈ കാര്യത്തിൽ അവരുടെ നിലപാട് കടുപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് വന്നത്. നമുക്കറിയാവുന്നതുപോലെ ആദ്യഘട്ട വ്യാപാര യുദ്ധം വന്നപ്പോൾ രണ്ട് രാജ്യങ്ങളും പരസ്പരം 100% മുകളിൽ നികുതി പരസ്പരം ചുമത്തിയ രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ ഇത് മൂലം അമേരിക്കയ്ക്കാണ് ഏറ്റവും വലിയ നഷ്ടമുണ്ടായത്. കാര്യം അമേരിക്കയിലെ പല വ്യവസായശാലകളും ചൈനയിൽ നിന്ന് എത്തുന്ന അസംസ്കൃത വസ്തുക്കളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ അവർക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ കിട്ടാതെ വന്നപ്പോൾ അമേരിക്കയിലടക്കം വലിയ പ്രതിസന്ധി ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. ചൈനയിലും സമാനമാണ് സ്ഥിതി ഉണ്ടായി. പക്ഷേ അവർക്ക് സംബന്ധിച്ച് ആ ഒരു വെല്ലുവിളി അവർ സധൈര്യം നേരിട്ടു. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ നേരത്തെ പ്രഖ്യാപിച്ച നികുതിയിൽ നിന്ന് പിന്നോക്കം പോകുന്ന അവസ്ഥയാണ് ആദ്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും അത്തരത്തിൽ ഒരു നികുതി 100% നികുതി പ്രഖ്യാപിക്കുന്നു. ഇനി എത്ര നാൾ അതിൽ അമേരിക്ക ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് കാണേണ്ടത്. ഏതായാലും ചൈനയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ്. ചൈന അമേരിക്കയെ ഇക്കാര്യത്തിൽ വിലയിരുത്തിയത് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചത് ഇരട്ടത്താപ്പിൻ്റെ പാഠപുസ്തകം എന്ന വിശേഷണം കൊണ്ടാണ്. കാര്യം ചൈന ഈ റെയർ എർത്ത് മൂലകങ്ങൾ അത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് രാജ്യസുരക്ഷയെ മുൻനിർത്തിയാണ്. അമേരിക്കയും ഇതേ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മറ്റു രാജ്യങ്ങൾക്കുമേൽ വലിയ നികുതി അടിച്ചേൽപ്പിച്ചത്. അപ്പോൾ അവർക്ക് രാജ്യസുരക്ഷ പ്രധാനമാണ്, ചൈനയ്ക്കതല്ല. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്കയെ ഇരട്ടത്താപ്പിൻ്റെ പാഠപുസ്തകമെന്ന് ചൈന വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ചൈനീസ് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ചൈനയെ സംബന്ധിച്ച് ഈ വ്യാപാര യുദ്ധം എന്ന് പറയുന്നത് വലിയ താല്പര്യമുള്ള സംഗതിയൊന്നുമല്ല. പക്ഷേ ഞങ്ങൾക്കെതിരെ വന്നാൽ അതിനെ ഭയക്കത്തില്ല, അതിനെ നേരിടുക തന്നെ ചെയ്യും. ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ നികുതി പ്രഖ്യാപിച്ചുകൊണ്ട് നടപടി എടുത്തു കഴിഞ്ഞാൽ
അതിന് മറുപടിയും അതേ രീതിയിൽ തന്നെ നൽകും എന്നുള്ളതാണ് ചൈനയുടെ നിലപാട്. ചൈന പറയുന്നത് ഞങ്ങളെ ഡീൽ ചെയ്യേണ്ടത്, ഞങ്ങളോട് ഇടപഴകേണ്ടത് ഇതേപോലെ നികുതി പ്രഖ്യാപിച്ച് കളയും എന്നവരുടെ ഭീഷണി ഒന്നും മുഴക്കിക്കൊണ്ടല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കാം, രണ്ടുപേരും തമ്മിൽ ആ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ചൈനയുടെ നിലപാട്. അതേപോലെ തന്നെ അമേരിക്ക ഉണ്ടാക്കിയ വ്യാപാര യുദ്ധങ്ങൾ മൂലം നേരത്തെ തന്നെ ഏതാണ്ട് $2 ട്രില്യൺ നഷ്ടം ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടത്തിയ വ്യാപാര യുദ്ധത്തിൻ്റെ ഫലമായിട്ട് $2 ട്രില്യൺ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് പറയുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു സംഗതിയും കൂടി ഇവിടെ സാന്ദർഭികവശാൽ ഉയർന്നു വരികയാണ്. അമേരിക്കയും ചൈനയുമായിട്ടാണ് ഈ വ്യാപാര യുദ്ധം തുടങ്ങി വെച്ചത്. അതിന് കാരണവും പറഞ്ഞിരുന്നത് വ്യാപാര കമ്മിയുടെ പേരിലാണ്. അമേരിക്ക ചൈനയ്ക്കെതിരെ ഏതാണ്ട് 200% വരെ നികുതി പ്രഖ്യാപിച്ചിട്ട് പിന്നീടത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് 30% താഴെയാണ്. പക്ഷേ ഇന്ത്യക്ക് എതിരെ ഇപ്പോൾ 50% വരെയാണ് നികുതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു, അതുമൂലം ഉക്രൈനുമായിട്ടുള്ള സംഘർഷം നിർത്താൻ സാധിക്കുന്നില്ല, ഇതിൻ്റെ പേരിലാണ്. പക്ഷേ ചൈനയും സമാനമായി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. ആ ഒരു പരിഗണന ചൈനയ്ക്ക് കൊടുക്കുന്നില്ല. അതായത് ചൈനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള നികുതി പ്രഖ്യാപിക്കാൻ അമേരിക്ക ധൈര്യം കാട്ടിയില്ല. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ചൈനയ്ക്കെതിരെ വലിയ നികുതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അമേരിക്കയിലുള്ള നിർമ്മാണശാലകൾ തന്നെയാണ്. ആ ഒരു കാരണത്താലാണ് ചൈനയ്ക്കെതിരെ വീണ്ടും കൂടുതൽ പ്രകോപനത്തിന് അമേരിക്കൻ സർക്കാർ അല്ലെങ്കിൽ ട്രംപ് മുതിരാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ റെയർ എർത്ത് മൂലകങ്ങളുടെ കാര്യം പറഞ്ഞ് അമേരിക്ക നിലപാട് ഘടിപ്പിക്കുകയാണ്. പക്ഷേ ചൈന അത് കണ്ട് ഭയക്കുന്നില്ല, അതിനെ നേരിടുക തന്നെ ചെയ്യും എന്നുള്ളൊരു നിലപാടിലെത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി അറിയേണ്ടത് ഏത് രീതിയിൽ ഈ വ്യാപാര യുദ്ധം പുരോഗമിക്കും. ട്രംപ് വെറും ഭീഷണിയിൽ ഒതുക്കുമോ അതോ നവംബർ 1 മുതൽ അദ്ദേഹത്തിൻ്റെ നടപടിയിലേക്ക് കടക്കുമോ എന്നാണ് അറിയേണ്ടത്. അത്തരത്തിൽ ചൈനയ്ക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫലം ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ആഗോളതലത്തിൽ തന്നെ വിപണിയിൽ വലിയ അനിശ്ചിതത്വങ്ങൾക്ക് കാരണമാകും. ഓഹരി വിപണിയിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ ഡോളറിൻ്റെ വിനിമയത്തിൽ പോലും അത് ബാധിക്കും. ഇപ്പോൾ സ്വർണ്ണ വിപണിയിൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റം അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെയും വ്യാപാര യുദ്ധം കടുക്കുകയാണെങ്കിൽ ഒരു സ്വർണ്ണ വിലയെയും ഇതൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഏതായാലും അമേരിക്ക നയം വ്യക്തമാക്കി കഴിഞ്ഞു, അതിനെ നേരിടും എന്ന് തന്നെയാണ് ചൈനയും വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ എന്തായിത്തീരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.